നമസ്കാരം. ഓൺ സ്ക്രീൻ മാർക്കിംഗുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളെ തുടർന്ന് വിവാദത്തിലകപ്പെട്ട സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷന് പുതിയ ചെയർമാനും പുതിയ സെക്രട്ടറിയും വന്നു. ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് ഉദ്യോഗസ്ഥനായ ലോഖണ്ഡെ പ്രശാന്ത് സീതാറാമിനെയാണ് ചെയർമാനായി നിയമിച്ചത്. വരുൺ ഭരദ്വാജ് പുതിയ സെക്രട്ടറിയാകും. അതോടൊപ്പം തന്നെ ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു ഏകാംഗ സമിതിയെയും കേന്ദ്ര സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. ഇത് സർക്കാരിന്റെ ഒരു മുഖം രക്ഷിക്കലാണ്. യഥാർത്ഥത്തിൽ സർക്കാർ മുഖം രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഗുരുതരമായ വീഴ്ചയിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. കർശന നടപടികൾ വേണം എന്നാവശ്യപ്പെടുന്നുണ്ട്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം. എന്താണ് സംഭവിക്കുന്നതെന്ന് കാത്തിരുന്നു കാണാം. സമഗ്ര വാർത്തകൾ നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. CBSE ഡിജിറ്റൽ മൂല്യനിർണ്ണയത്തിലെ വീഴ്ചയിൽ കടുത്ത നടപടിയുമായി കേന്ദ്ര സർക്കാർ. CBSE ചെയർമാനെയും സെക്രട്ടറിയെയും മാറ്റി. പുതിയ ചെയർമാൻ LP സീതാറാം, സെക്രട്ടറി വരുൺ ഭരദ്വാജ്. ഓൺ സ്ക്രീൻ മാർക്കിംഗിൽ ആഭ്യന്തര അന്വേഷണം. 1 മാസത്തിനകം റിപ്പോർട്ട് നൽകണം. പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാനുള്ള വെബ്സൈറ്റിന് നേരെ വീണ്ടും സൈബർ ആക്രമണം ഉണ്ടായതായി അധികൃതർ. ഓരോ പ്രാവശ്യം കൂട്ടുമ്പോൾ മെയ് 15 കൂട്ടുമ്പോൾ ഇതിന് എത്ര ടാക്സ് നമുക്ക് കൂടുതൽ കിട്ടും, എന്താണ് ഇതിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റ്, ഇക്കണോമിക് ഇമ്പാക്റ്റ് എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴേക്കും പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതിൻ്റെ വില വർദ്ധിപ്പിക്കുകയാണ്. വിലക്കയറ്റവും ഇന്ധന വില വർധനയും നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അധിക നികുതി ഉടൻ ഒഴിവാക്കില്ലെന്നും കഴിഞ്ഞ സർക്കാർ 1 രൂപ പോലും കുറച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി VD സതീശൻ. പെട്രോളിന്റെ നികുതി കുറയ്ക്കുമെന്ന വാക്ക് മുഖ്യമന്ത്രി പാലിക്കണമെന്ന് പ്രതിപക്ഷം. ധവളപത്രമെന്ന ഉമ്മാക്കി കാണിച്ച് വായടപ്പിക്കാൻ നോക്കണ്ടെന്ന് പിണറായി വിജയൻ. ധവളപത്രമെന്ന ഉമ്മാക്കി കാണിച്ച് ഞങ്ങളുടെ വായടപ്പിക്കാൻ ശ്രമിക്കരുത് എന്നാണ് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്. കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടന ഉടൻ. 12 മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റമുണ്ടാകും. ജോർജ് കുര്യൻ മന്ത്രിസ്ഥാനത്തെ തുടരുമോ എന്നതിൽ വ്യക്തതയില്ല. കേരളത്തിൽ നിന്ന് കേന്ദ്ര മന്ത്രിസഭയിലേക്കും BJP ദേശീയ നേതൃത്വത്തിലേക്കും പുതുമുഖങ്ങൾ എത്തിയേക്കും. പാർട്ടി വിടുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ മുതിർന്ന BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി K അണ്ണാമലൈ. കർണാടകയിൽ DK ശിവകുമാർ മുഖ്യമന്ത്രിയായി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. മലയാളികളായ KJ ജോർജ്, UT ഖാദർ എന്നിവരും മന്ത്രിസഭയിൽ. ലഹരി മാഫിയക്കെതിരായ സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാന് തുടക്കം. സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് മയക്കുമരുന്ന് വ്യാപനമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അന്തർ സംസ്ഥാന ലഹരി ശൃംഖലയെ തകർക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തിരുവനന്തപുരം ശ്രീകാര്യത്ത് ഫ്ളാറ്റിൽ രഹസ്യമായി വളർത്തിയ 70 കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. IT ജീവനക്കാരൻ പിടിയിൽ. ഇന്ത്യ ഉൾപ്പെടെ ലോകരാജ്യങ്ങൾക്ക് ആശങ്കയായി എൽനീനോ മുന്നറിയിപ്പ്. ആഗോള താപനില 6 ഡിഗ്രി വരെ ഉയർന്നേക്കും. ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ കടുത്ത വരൾച്ചയ്ക്ക് സാധ്യതയെന്നും UN കാലാവസ്ഥാ ഏജൻസിയുടെ മുന്നറിയിപ്പ്. മാസപ്പടി കേസിൽ T വീണയെ ഉടൻ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കില്ല. CMRL നൽകിയ ഹർജിയിൽ തീരുമാനം വരും വരെ കാത്തിരിക്കാൻ ED. വീണ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ നടപടി വേഗത്തിലാക്കി. റെയ്ഡ് നടത്തിയ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ നേതാക്കളെ കൂടി പ്രതികളാക്കാൻ അന്വേഷണ സംഘം. ആറു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി തൃശൂരിൽ. അയ്യന്തോൾ ബ്രഹ്മസ്ഥാനത്തെത്തിയ അമ്മയെ പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചു. ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവം നാളെയും മറ്റന്നാളും. ലോകകപ്പ് ഫുട്ബോൾ കളിക്കാൻ ഇത്തവണ മലയാളിയും. 26-അംഗ ഖത്തർ ടീമിൽ ഇടം നേടി കണ്ണൂർ സ്വദേശി തക്സിൻ. ലോകകപ്പ് ടീമിൽ ഇടം നേടുന്ന ആദ്യ മലയാളി. കൊച്ചി കലൂരിൽ കമന്റടിച്ച യുവാക്കളെ എതിർത്ത പെൺകുട്ടികളെ യുവാക്കൾ മർദ്ദിച്ചു. നിലത്തിട്ട് ചവിട്ടിയെന്ന് പരാതി. 3 പേർ കസ്റ്റഡിയിൽ. നെടുമങ്ങാട്ടെ 1.5 വയസ്സുകാരന്റെ മരണകാരണം അമ്മയുടെ പങ്കാളി അഷ്കറിൽ നിന്ന് നെഞ്ചിനേറ്റ ചവിട്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സ്റ്റോറി ഓഫ് ദി ഡേ. ഉയരം കണ്ട സുഹറ പറയുന്നു.
CBSE പരീക്ഷാ നടത്തിപ്പിലുണ്ടായ ഗുരുതര വീഴ്ചയിൽ ശക്തമായ നടപടിയെടുത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. CBSE ചെയർമാനെയും സെക്രട്ടറിയെയും മാറ്റി. പകരം ലോഖണ്ഡെ പ്രശാന്ത് സീതാറാമിനെ പുതിയ ചെയർമാനായും വരുൺ ഭരദ്വാജിനെ സെക്രട്ടറിയായും നിയമിച്ചു. പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാനുള്ള വെബ്സൈറ്റിന് നേരെ വീണ്ടും സൈബർ ആക്രമണം ഉണ്ടായതായാണ് അധികൃതർ അറിയിക്കുന്നത്. പരീക്ഷാ ക്രമക്കേടിൽ നടപടി ആവശ്യപ്പെട്ട് NSUI ഡൽഹി ഹൈക്കോടതിയെയും സമീപിച്ചിട്ടുണ്ട്. CBSE 12ാം ക്ലാസ് പരീക്ഷയിലും പുനർമൂല്യനിർണ്ണയത്തിൽ വന്ന വീഴ്ചകളിൽ കടുത്ത നടപടിയാണ് വിദ്യാഭ്യാസ മന്ത്രാലയം സ്വീകരിച്ചത്. CBSE ചെയർമാനെയും സെക്രട്ടറിയെയും മാറ്റി. ഓൺ സ്ക്രീൻ മാർക്കിങ്ങിൽ ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചു. 1 മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ചെയർമാൻ രാഹുൽ സിംഗിനെയും സെക്രട്ടറി ഹിമാൻഷു ഗുപ്തയെയും മാറ്റിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. പുനർമൂല്യനിർണ്ണയത്തിനുള്ള വെബ്സൈറ്റിന് നേരെയും വീണ്ടും സൈബർ ആക്രമണം ഉണ്ടായതായി അധികൃതർ വ്യക്തമാക്കി. നിലവിൽ വെബ്സൈറ്റ് പ്രവർത്തിക്കുന്നുണ്ടെന്നും വിദ്യാർത്ഥികൾക്ക് ശനിയാഴ്ച വരെ അപേക്ഷ സമർപ്പിക്കാമെന്നും CBSE അറിയിച്ചു. പരാതിയുള്ള വിദ്യാർത്ഥികൾക്ക് നേരത്തെ നൽകിയ ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടാനാകും. അതേസമയം CBSE പരീക്ഷാ ക്രമക്കേടിൽ NSUI ദേശീയ അധ്യക്ഷൻ ഡൽഹി ഹൈക്കോടതിയിൽ പൊതു താൽപ്പര്യ ഹർജി നൽകി. കോടതിയുടെ മേൽനോട്ടത്തിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്നാണ് ഹർജിയിൽ ആവശ്യം. അമൃത ന്യൂസ്, ന്യൂഡൽഹി. 16ാം നിയമസഭയുടെ ആദ്യ അടിയന്തര പ്രമേയമാണ് ഇന്നെത്തിയത്. പക്ഷേ ആ അടിയന്തര പ്രമേയത്തെ സ്പീക്കർ തള്ളിക്കളഞ്ഞു. നാണ്യപ്പെരുപ്പം കുറച്ച് വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് നിയമസഭയെ അറിയിച്ചു. ഇന്ധന നികുതി കുറയ്ക്കുന്ന കാര്യം പഠിച്ചു തീരുമാനിക്കാമെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. വിലക്കയറ്റത്തിനെതിരെ പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രമേയത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. സ്പീക്കറുടെ നടപടി, അതായത് അടിയന്തര പ്രമേയം തള്ളിയ സ്പീക്കറുടെ നടപടി നിർഭാഗ്യകരമാണെന്നും ധവളപത്രമെന്ന ഉമ്മാക്കി കാണിച്ച് വായടപ്പിക്കാൻ ശ്രമിക്കേണ്ട എന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. അടിയന്തര പ്രമേയത്തിൽ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന KN ബാലഗോപാൽ MLA ആണ് 16ാം നിയമസഭയിൽ വിലക്കയറ്റത്തിന് ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുയർത്തി അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയത്. മുൻപ് വിലവർധനയിൽ പെട്രോളിന്റെ നികുതി കുറയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ള മുൻ പ്രതിപക്ഷ നേതാവായ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അതിന് തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ, കഴിഞ്ഞ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശബ്ദമുയർത്തിയതും നാട്ടിൽ സമരം നടന്നതുമായൊരു പശ്ചാത്തലമുണ്ട്. അത് പെട്രോളിൻ്റെ വില വർദ്ധിച്ചപ്പോൾ അതിൻ്റെ ടാക്സ് കുറയ്ക്കണം, സംസ്ഥാനത്തിൻ്റെ ടാക്സ് ഇളച്ചു കൊടുക്കണം എന്നുള്ള ആവശ്യം പറഞ്ഞുകൊണ്ടാണ്. സാർ, അദ്ദേഹം അത് പറഞ്ഞൊരാളെന്ന നിലയിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ വർദ്ധിച്ച അധിക നികുതി സംസ്ഥാനത്തിന് കിട്ടുന്നത് ഇളച്ചു കൊടുക്കുന്നത് ജനങ്ങളോടുള്ള മര്യാദയാണ് എന്ന് പറഞ്ഞ് അന്ന് സമരം ചെയ്ത മുഖ്യമന്ത്രി അത് സംബന്ധിച്ചുള്ള നിലപാട് പറയണ്ടേ? ഇന്ധനവില വർധനവുണ്ടാക്കിയ സാമ്പത്തികാഘാതം പഠിച്ച് നടപടി സ്വീകരിക്കാമെന്നും വിലക്കയറ്റം നിയന്ത്രിക്കാൻ കരിഞ്ചന്തയിൽ ശക്തമായ ഇടപെടൽ നടത്തുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. നാണ്യപ്പെരുപ്പം കുറച്ച് വിലക്കയറ്റം തടയുകയാണ് സർക്കാരിന്റെ ആദ്യ പരിഗണനയെന്നുമുള്ള മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. ഇനിയും വിലവർധന ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. ഓരോ പ്രാവശ്യം കൂട്ടുമ്പോൾ, മെയ് 15 കൂട്ടുമ്പോൾ ഇതിന് എത്ര ടാക്സ് നമുക്ക് കൂടുതൽ കിട്ടും, എന്താണ് ഇതിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റ്, ഇക്കണോമിക് ഇമ്പാക്റ്റ് എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴേക്കും പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതിൻ്റെ വില വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആഘാതം എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കണം. പരിശോധിച്ചിട്ടാണ് സർക്കാർ ഇക്കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കുന്നത്. സ്പീക്കറുടെ നടപടിയെ നിർഭാഗ്യകരമെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അതീവ ഗുരുതരമായ സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്നും മുൻ സർക്കാർ 506 കോടി രൂപയുടെ നികുതി ഇളവ് നൽകിയിരുന്നതായും പറഞ്ഞു. വളരെ നിർഭാഗ്യകരമായ സമീപനമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അദ്ദേഹം പ്രശ്നത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാതെ ഒരു മുഖവുര പറഞ്ഞു നിർത്തുന്ന നിലയാണ് സ്വീകരിച്ചത് എന്നാണ് തോന്നുന്നത്. ധവളപത്രം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അത് വരുമ്പോൾ നമുക്ക് കാണാം. അതിനെക്കുറിച്ച് എന്താണോ പറയാനുള്ളത് ആ ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞോളാം. ആ ധവളപത്രം എന്ന ഉമ്മാക്കി കാണിച്ച് ഞങ്ങളുടെ വായടപ്പിക്കാൻ ശ്രമിക്കരുത് എന്നാണ് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്. തുടർന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ച സ്പീക്കറുടെ നിലപാടിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. അടിയന്തര പ്രമേയത്തിൽ കക്ഷി ചേർന്നില്ലെങ്കിലും BJP നിയമസഭാ കക്ഷി നേതാവ് BB ഗോപകുമാറിനും സംസാരിക്കാൻ സ്പീക്കർ അനുമതി നൽകിയിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മലയിടാംതുരുത്ത് കുടിയൊഴിപ്പിക്കൽ വിഷയത്തിൽ ശ്രദ്ധ ക്ഷണിക്കൽ അവതരിപ്പിച്ചു കുന്നത്തുനാട് MLA VP സജീന്ദ്രൻ.
വിഷയം എത്രയും വേഗം പരിഹരിക്കണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചത്. സ്ഥല ഉടമ സഹകരിച്ചാൽ രമ്യമായി പരിഹരിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷയുണ്ടെന്നും വി പി സജീന്ദ്രൻ നിയമസഭയിൽ പറഞ്ഞു. ഈ 14 പ്രാവശ്യം ഇവിടെ ആമീൻ്റെ നേതൃത്വത്തിൽ പോലീസ് വരികയും അവിടെ സമരം ചെയ്തവരെയും ഇവർക്കെതിരെ പലപ്പോഴും അറസ്റ്റ് ചെയ്യുകയും ജയിലിലടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സമരക്കാർ ഇത്രയും സംഭവം ഉണ്ടായിട്ടും കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഈ വിഷയം തീർക്കുവാൻ വേണ്ടി യാതൊരു നടപടിയും കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഉണ്ടായിട്ടില്ല. 15ാമത് തവണ വന്നത് ഈ സർക്കാർ അധികാരമേറ്റെടുത്ത് 2ാം ദിവസമാണ്. അധികാരമേറ്റെടുത്ത് 2ാം ദിവസം അവിടെ പോലീസ് വരികയും ചെറിയ തോതിലൊരു അനിഷ്ട സംഭവം ഉണ്ടാകുകയും, എന്നാൽ ഈ സർക്കാർ വന്നതിന് ശേഷമാണ് കുടിയൊഴിപ്പിക്കൽ നടന്നത് എന്നുള്ള രീതിയിൽ സർക്കാർ വിരുദ്ധ മാധ്യമങ്ങൾ പലപ്പോഴായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സാർ, ഈ വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ഉടൻ തന്നെ കുടിയൊഴിപ്പിക്കുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുക എന്നത് സർക്കാരിന്റെ പ്രഖ്യാപിത നയമാണെന്നും എങ്ങനെ പരിഹരിക്കുമെന്ന കാര്യത്തെക്കുറിച്ച് സർക്കാർ ആലോചിക്കുകയാണ് എന്നുമാണ് മന്ത്രി AP അനിൽകുമാർ നിയമസഭയെ അറിയിച്ചത്. കിഴക്കമ്പലം മലയിടം തുരുത്തിൽ 7 പട്ടികജാതി കുടുംബങ്ങൾ ഉൾപ്പെടെ 8 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതുമായ സാഹചര്യം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി തർക്കം നിലനിൽക്കുകയാണ്. സർ, കുടിയൊഴിക്കപ്പെടുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുക എന്നുള്ളത് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു നിലപാടാണ്. തീർച്ചയായും ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് കുടുംബങ്ങളെ ഒരു കാരണവശാലും സർക്കാർ കൈയൊഴിയില്ല എന്നും സ്ഥലം കൊടുത്ത് വീട് നിർമ്മിച്ച് നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. താമസക്കാർ സമ്മതം അറിയിച്ചിട്ടുണ്ട് എന്നാണ് VD സതീശൻ പറഞ്ഞത്. ഈ 7 കുടുംബങ്ങളെ ഒരു കാരണവശാലും സർക്കാർ കൈയൊഴിയില്ല എന്ന് ഞാൻ ഈ സഭയ്ക്ക് ഉറപ്പ് നൽകുകയാണ്. റോജി M. ജോൺ ബഹുമാനപ്പെട്ട എറണാകുളം ജില്ലയിൽ നിന്നുള്ള മന്ത്രിയെയും അവിടുത്തെ MLAയെയും ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. രമ്യമായി ആ വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കും. അവർക്ക് ഭൂമി കൊടുത്ത് അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ സർക്കാർ പ്ലീസ് അവർക്ക് സ്ഥലം കൊടുത്ത് വീട് നിർമ്മിച്ചു കൊടുക്കാൻ തയ്യാറാണ് എന്നൊരു സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം സമരക്കാരെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ള ആരോപണമാണ് KN ബാലഗോപാൽ നിയമസഭയിൽ ഉയർത്തിയത്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു അതിക്രമവും ഉണ്ടായിട്ടില്ല എന്ന് ആഭ്യന്തരമന്ത്രി മറുപടി നൽകി. ഇത്രയും ക്രൂരമായ ഒരു പോലീസ് മർദ്ദനം ഇപ്രാവശ്യം ഉണ്ടായി സാർ. അത് അങ്ങനൊരു സംഭവം ഉണ്ടായി സാർ. അതിൻ്റെ ഒരു അടിസ്ഥാനം എന്താണ്? അങ്ങനൊരു കാര്യം ഉണ്ടാക്കണമായിരുന്നോ? പോലീസ് അവരെ മർദ്ദിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നോ? പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു? അതാണല്ലോ ഇഷ്യൂ. പോലീസ് നടപടിയൊന്നും ഉണ്ടായില്ല. കോടതി ആവശ്യപ്പെട്ടതനുസരിച്ച് ജാമ്യം അവിടെ നിന്ന് മജിസ്ട്രേറ്റ് വിളിക്കുകയാണ് പോലീസിനോട്. 15 തവണയായി സുപ്രീം കോടതിയുടെ വിധിയാണ് നടപ്പാക്കണമെന്ന് പറഞ്ഞു. അവിടെ പോലീസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരാൾ പെട്രോള് ശരീരത്തൊഴിച്ച് തീ വെക്കാൻ ചെന്നു. പോലീസ് വാട്ടർ ക്യാൻ അടിച്ചു. അതിൽ പരിക്ക് പറ്റിയ ഒരാളാണ്. അവർ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഇതോടൊപ്പം കേരള നിയമസഭയിൽ ഇന്നൊരു ചരിത്രത്തിലെ 4ാമത്തെ വനിതാ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാൻ തെരഞ്ഞെടുക്കപ്പെട്ടു. ഷാനിമോൾ ഉസ്മാന് 99 വോട്ടും LDFിൽ നിന്ന് മത്സരിച്ച മുഹമ്മദ് മുഹസീന് 34 വോട്ടും ലഭിച്ചു. BJP വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ശ്രീമതി ഷാനിമോൾ ഉസ്മാന് 99 വോട്ടും കിട്ടിയിരിക്കുന്നു. ശ്രീമതി ഷാനിമോൾ ഉസ്മാനെ നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കറായി തെരഞ്ഞെടുത്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. 35 വർഷങ്ങൾക്ക് ശേഷമാണ് സംസ്ഥാന നിയമസഭയിലേക്ക് ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ എത്തിയത്. വോട്ടെണ്ണി തിട്ടപ്പെടുത്തി പ്രഖ്യാപിച്ച ശേഷം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാനെ മുൻനിരയിലെ സീറ്റിലേക്ക് ക്ഷണിച്ചു. ചോദ്യോത്തരവേള മാറ്റിവെച്ച് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മേൽനോട്ടത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാന് 99 വോട്ടും LDF സ്ഥാനാർത്ഥി മുഹമ്മദ് മൊഹസിന് ഇടതുപക്ഷ അംഗങ്ങളുടെ മുഴുവൻ വോട്ടും ലഭിച്ചു. 34 വോട്ടുകളാണ് മുഹമ്മദ് മൊഹസിന് ലഭിച്ചത്. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വോട്ട് ചെയ്തില്ല. 1957 മുതൽ 1959 വരെ ഐഷാഭായ്, 1960 മുതൽ 1964 വരെ നസീഫത്ത് ബീവി, 1982 മുതൽ 1991 വരെ ഭാർഗവി തങ്കപ്പന്റെയും പിൻഗാമിയായാണ് ഷാനിമോൾ ഉസ്മാൻ കേരള നിയമസഭയുടെ 4ാമത് വനിതാ ഡെപ്യൂട്ടി സ്പീക്കറായത്. അംഗങ്ങൾക്കായി അനുവദിച്ച ബാലറ്റ് പേപ്പറിൽ വോട്ട് രേഖപ്പെടുത്തി അംഗങ്ങൾ സ്പീക്കർ ഡയസിൽ സ്ഥാപിച്ച പെട്ടിയിൽ നിക്ഷേപിക്കുകയും പിന്നീട് വോട്ട് എണ്ണി തിട്ടപ്പെടുത്തി സുതാര്യമായാണ് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ചത്. സഭയിലെ BJP അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരളയുമായി ബന്ധപ്പെട്ട മഞ്ഞക്കുറ്റികൾ നേരത്തെ തന്നെ സർക്കാർ ഉത്തരവിനെ തുടർന്ന് പലയിടത്തും മാറ്റിയിരുന്നു.
അങ്ങനെ മാറ്റിയത് ചരിത്രപരമായൊരു നടപടിയാണ് എന്ന് ജി സുധാകരൻ MLA ഇന്ന് നിയമസഭയിൽ പറഞ്ഞു. മഞ്ഞക്കുറ്റിയിൽ ഒരടി മുന്നോട്ട് വെച്ചതുകൊണ്ടാണ് ഇടത് സർക്കാരിന് 2 അടി പുറകോട്ട് പോകേണ്ടി വന്നത്. തിരിച്ചടി അന്നേ ഓർമ്മിപ്പിച്ചിരുന്നുവെന്നും പൊതുസ്വത്തിനെ സംരക്ഷിക്കാൻ പറ്റാത്തവരെ ഒഴിവാക്കണമെന്നും ജി സുധാകരൻ പറഞ്ഞു. സംസ്ഥാനത്തെ ധനസ്ഥിതി ധവളപത്രം ഇറക്കണം, കാര്യങ്ങൾ 4 ആൾ അറിയട്ടെ എന്നുമായിരുന്നു ജി സുധാകരൻ നിയമസഭയിൽ പറഞ്ഞത്. മഞ്ഞക്കുറ്റിയൊക്കെ മാറ്റിയത് ഈ കേരളത്തിൻ്റെ ചരിത്രമാണ് സർ. നമുക്ക് റെയിൽവേ വേണം, അത് നമ്മുടേതായ തരത്തിൽ നമ്മൾ ചെയ്താൽ മതി. ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുമ്പോൾ 2 സ്റ്റെപ്പ് പുറകോട്ട് വയ്ക്കണം. ആ ലെനിൻ്റെ അടവ് നയം CPM മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആ മഞ്ഞക്കുറ്റി അപ്പോൾ തന്നെ അവർ തന്നെ ഊരുമായിരുന്നു. കേന്ദ്ര മന്ത്രിസഭയിൽ ഒരു പുനഃസംഘടന ഉണ്ടാവുകയാണ്. 12 മന്ത്രിമാരുടെ വകുപ്പുകൾ മാറും എന്നാണ് സൂചന. BJP സംസ്ഥാന അധ്യക്ഷന്മാരായി നിയോഗിച്ച പങ്കജ് ചൗധരി, ഹർഷ് മൽഹോത്ര തുടങ്ങിയവർ സ്ഥാനമൊഴിയും. അതോടൊപ്പം ജൂണിൽ രാജ്യസഭാ കാലാവധി കഴിയുന്ന ജോർജ് കുര്യൻ മന്ത്രിസ്ഥാനത്ത് തുടരുമോ എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. കേരളത്തിൽ നിന്ന് കേന്ദ്ര മന്ത്രിസഭയിലേക്കും BJP ദേശീയ നേതൃത്വത്തിലേക്കുമൊക്കെ പുതുമുഖങ്ങൾ എത്തും എന്നുള്ള വിവരവും വരുന്നുണ്ട്. 3ാം മോദി സർക്കാർ 2 വർഷം തികയുന്ന അവസരത്തിൽ മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കാനാണ് തീരുമാനം. ഇതിനായുള്ള സംഘടനാ മാറ്റങ്ങൾ BJP ഇതിനോടകം ആരംഭിച്ചു. ഉത്തർപ്രദേശ് BJP സംസ്ഥാന അധ്യക്ഷനായി ചുമതല നൽകിയ ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൗധരി, ഡൽഹി സംസ്ഥാന അധ്യക്ഷൻ ഹർഷ് മൽഹോത്ര തുടങ്ങി 5ലധികം മന്ത്രിമാർ സ്ഥാനമൊഴിയും. 12ലധികം മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റമുണ്ടാകും. പരീക്ഷാ നടത്തിപ്പിൽ തുടർച്ചയായി വീഴ്ച വന്ന പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ വകുപ്പിൽ മാറ്റം വരാനോ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കാനോ സാധ്യതയുണ്ട്. ഘടകകക്ഷികൾക്കും മന്ത്രിസഭയിൽ കൂടുതൽ പ്രാതിനിധ്യം നൽകും. ഈ മാസം രാജ്യസഭാ കാലാവധി അവസാനിക്കുന്ന ജോർജ് കുര്യൻ മന്ത്രിസഭയിൽ തുടരുമോ എന്ന് വ്യക്തമല്ല. ഈ മാസം 8-നാണ് നിലവിൽ രാജ്യസഭയിൽ ഒഴിവുള്ള 26 സീറ്റുകളിലേക്ക് നാമനിർദ്ദേശം നൽകേണ്ട അവസാന തീയതി. 18-ന് വോട്ടെടുപ്പ് നടക്കും. ജോർജ് കുര്യന് രാജ്യസഭാംഗത്വം നീട്ടി നൽകിയില്ലെങ്കിൽ മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വരും. നിലവിൽ നോമിനേറ്റഡ് അംഗമായ C. സദാനന്ദൻ മാസ്റ്റർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി, മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ, അനിൽ ആന്റണി, മുൻ DGP ജേക്കബ് തോമസ് തുടങ്ങിയ പേരുകളും കേരളത്തിൽ നിന്ന് കേന്ദ്ര മന്ത്രിസഭയിലേക്കും BJP ദേശീയ ചുമതലകളിലേക്കും പരിഗണിക്കുന്നുണ്ട്. മന്ത്രിസഭാ വിപുലീകരണത്തിനൊപ്പം പാർട്ടി പുനഃസംഘടനയും പൂർത്തിയാക്കാനാണ് തീരുമാനം. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കർണാടക മുഖ്യമന്ത്രിയായി DK ശിവകുമാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. അദ്ദേഹത്തോടൊപ്പം മലയാളികളായ KJ ജോർജ്, UT ഖാദർ എന്നിവർ ഉൾപ്പെടെ 11 മന്ത്രിമാരും ചുമതലയേൽക്കും. മന്ത്രിസ്ഥാനത്തേക്കും ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്കും ചരടുവലികൾ തുടരുന്നുണ്ട്. G. പരമേശ്വരയായിരിക്കും ഉപമുഖ്യമന്ത്രി എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ദീർഘനാളത്തെ തർക്കങ്ങൾക്കൊടുവിലാണ് കർണാടകയിൽ അധികാര കൈമാറ്റം നടക്കുന്നത്. DKയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ തീരുമാനമായിട്ടും കർണാടക കോൺഗ്രസിൽ തർക്കം അവസാനിക്കുന്നില്ല. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്കും പ്രധാനപ്പെട്ട വകുപ്പുകളിലേക്കും തങ്ങളുടെ വേണ്ടപ്പെട്ടവരെ കൊണ്ടുവരാൻ അവസാന നിമിഷവും സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ് മുതിർന്ന നേതാക്കൾ. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിനായി സിദ്ധരാമയ്യയുടെ മകൻ യതീന്ദ്രയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മകൻ പ്രിയങ്ക് ഖാർഗെയും അവകാശവാദവുമായി രംഗത്തുണ്ട്. വിവിധ സമുദായങ്ങളിൽ നിന്ന് പാർട്ടി വലിയ സമ്മർദ്ദവും നേരിടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ 1ലധികം ഉപമുഖ്യമന്ത്രിമാരെ നിയമിക്കുന്നത് പ്രായോഗിക പരിഹാരമായാണ് കോൺഗ്രസ് നേതൃത്വം കാണുന്നത്. G. പരമേശ്വര, സതീഷ് ജാർക്കിഹോളി, MB പാട്ടീൽ, ഈശ്വർ ഖണ്ഡ്രെ എന്നിവരുടെ പേരുകളും ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. സിദ്ധരാമയ്യയുടെ ഇളയ മകനാണ് യതീന്ദ്ര. പാത്തോളജിസ്റ്റായ യതീന്ദ്ര 2018-ൽ സിദ്ധരാമയ്യ പ്രതിനിധീകരിച്ചിരുന്ന വരുണ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചാണ് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത്. 2018 മുതൽ 2023 വരെ MLA ആയിരുന്ന യതീന്ദ്ര 2024-ൽ MLC ആയി. പുതിയ സർക്കാരിനെക്കുറിച്ചുള്ള ചർച്ചകൾക്കായി ഡൽഹിയിലേക്കുള്ള യാത്രയിൽ യതീന്ദ്രയെയും സിദ്ധരാമയ്യ ഒപ്പം കൂട്ടിയിരുന്നു. NSUI, യൂത്ത് കോൺഗ്രസ് എന്നിവയിലൂടെയാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മകനായ പ്രിയങ്ക് ഖാർഗെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത്. ചിറ്റാപൂരിൽ നിന്ന് 3 തവണ MLA ആയ പ്രിയങ്ക് നിലവിൽ മന്ത്രിയാണ്. സിദ്ധരാമയ്യ സർക്കാരിൽ ഊർജ്ജമന്ത്രിയായിരുന്ന KJ ജോർജ് കോട്ടയം ജില്ലയിലെ കിടങ്ങൂർ സ്വദേശിയാണ്. ഏറെക്കാലമായി കർണാടക രാഷ്ട്രീയത്തിൽ സജീവമായ ജോർജ് സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും അടുത്ത സുഹൃത്തു കൂടിയാണ്. സിദ്ധരാമയ്യ സർക്കാരിന്റെ കാലത്ത് നിയമസഭാ സ്പീക്കറായിരുന്നു UT ഖാദർ. കാസർഗോഡ് സ്വദേശിയായ UT ഖാദർ മംഗളൂരു നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് 4ാം തവണയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഈ മാസം 18-ന് നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മന്ത്രിസഭാ വികസനം നടക്കുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.
പരീക്ഷാ വീഴ്ചകളിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് സമരത്തിനൊരുങ്ങിയിരിക്കുകയാണ് സമൂഹ മാധ്യമത്തിലെ കൂട്ടായ്മയായ കോക്രോച്ച് ജനതാ പാർട്ടി. ശനിയാഴ്ച ഡൽഹിയിലെ ജന്തർ മന്ദറിൽ പ്രതിഷേധത്തിന് ഒത്തുചേരാനാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെടാൻ താൻ ഇന്ത്യയിലേക്ക് മടങ്ങുകയാണെന്ന് ജന്തർ മന്ദറിലെ പ്രതിഷേധത്തിൽ പങ്കെടുക്കുമെന്നും CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ സമൂഹമാധ്യമങ്ങളിലൂടെ അറിയിച്ചു. ജൂൺ 6 രാവിലെ ഡൽഹിയിലെത്തും എന്നാണ് അഭിജിത് ദീപ്കെ പറയുന്നത്. ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പ്രതിഷേധ ആഹ്വാനത്തെ തുടർന്നുള്ള നീക്കങ്ങൾ സുരക്ഷാ ഏജൻസികൾ പരിശോധിക്കുകയാണ്. ലഹരിക്കെതിരെയുള്ള കേരള പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് തുടക്കമായി. കടുത്ത നടപടി ഉറപ്പെന്നാണ് ഒരേ വേദിയിൽ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രഖ്യാപിച്ചത്. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കുമ്പോഴായിരുന്നു മയക്കുമരുന്നിനെതിരെ കർശനമായ നടപടി സംസ്ഥാനത്തുണ്ടാകും എന്ന് പറഞ്ഞത്. കേരളത്തിന്റെ മണ്ണിൽ നിന്നും ലഹരി ശൃംഖലയെ ഇല്ലാതാക്കും എന്ന് VD സതീശൻ വ്യക്തമാക്കി. ഇതോടൊപ്പം അന്തർ സംസ്ഥാന ലഹരി ശൃംഖലയെ തകർക്കാനുള്ള നടപടികൾ പദ്ധതിയിൽ ഉണ്ടാകുമെന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞത്. ക്യാരവാനകത്ത് പോലും പരിശോധിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഉണ്ടായിരുന്നു രമേശ് ചെന്നിത്തലയുടെ വാക്കുകളിൽ. വിവിധ മേഖലകളിൽ മികവ് പുലർത്തുമ്പോഴും മയക്കുമരുന്ന് വ്യാപനം ഏറ്റവും വലിയ വെല്ലുവിളിയായി കേരളത്തിന് തുടരുകയാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മാരക ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെയും വിൽപ്പന നടത്തുന്നവരെയും നിരീക്ഷണത്തിലാക്കും. അങ്ങനെ ലഹരി ശൃംഖലകളിൽ ഉള്ളവർക്ക് ശിക്ഷ ഉറപ്പാക്കുകയും ചെയ്യും. പദ്ധതിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ ചാലഞ്ച്, ഏറ്റവും വലിയ വെല്ലുവിളി മയക്കുമരുന്നിൻ്റെ വ്യാപനമാണ്. നമ്മുടെ സംസ്ഥാനം ഒരുപാട് സവിശേഷതകൾ നിറഞ്ഞതാണ്. ഇന്ന് പക്ഷേ മയക്കുമരുന്ന് വ്യാപനം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളം മാറിയിരിക്കുന്നു എന്നത് ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു സ്ഥിതിവിശേഷമാണ്. സംയുക്ത പ്രവർത്തനത്തിലൂടെ മാത്രമേ പദ്ധതി വിജയിക്കുകയുള്ളൂ എന്ന് വ്യക്തമാക്കിയ ആഭ്യന്തരമന്ത്രി പോലീസിലുള്ളവർക്കും മുന്നറിയിപ്പ് നൽകി. ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇതിനകത്ത് ചെറിയതായ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചാൽ അവരുടെ പേരിൽ ശക്തമായ നടപടി ഉണ്ടാകും. അതുപോലെ തന്നെ ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഈ പദ്ധതിയിൽ പൂർണ്ണ സഹകരണമാണ്, പോലീസിന്റെ നേതൃത്വമാണ് ഞങ്ങൾ ഈ പദ്ധതി കൊണ്ട് ആഗ്രഹിക്കുന്നത്. IG പുട്ട വിമലാദിത്യ IPS ആണ് പദ്ധതിയുടെ നോഡൽ ഓഫീസർ. എക്സൈസ് വകുപ്പ് മന്ത്രി M ലിജു, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ഷംസുദ്ദീൻ, സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മയക്കുമരുന്നിനോട് നോ പറയുന്ന പ്രതീകാത്മക ചടങ്ങും പരിപാടിയിൽ സംഘടിപ്പിച്ചിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരുവനന്തപുരം ശ്രീകാര്യത്ത് ഫ്ളാറ്റിൽ രഹസ്യമായി വളർത്തിയ 70 കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. സംഭവത്തിൽ ഹരിയാന സ്വദേശി വിശാൽ പോലീസിന്റെ പിടിയിലായി. ഇയാൾ ടെക്നോ പാർക്കിലെ IT കമ്പനി മാനേജറാണ്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ശ്രീകാര്യ പോലീസ് നടത്തിയ തെരച്ചിലാണ് ഇയാൾ പിടിയിലായത്. ചെടിച്ചട്ടിയിലും മുട്ട വരുന്ന പേപ്പർ ട്രേയിലുമായിരുന്നു കഞ്ചാവ് ചെടികൾ വളർത്തിയിരുന്നത്. 30 സെന്റിമീറ്റർ വരെ ഉയരമുള്ള 70 ചെടികളാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. കഞ്ചാവ് ഉപയോഗിച്ച ശേഷം ഇയാൾ വിത്തുകൾ നട്ടു വളർത്തുകയായിരുന്നു. മുറിയിൽ നടത്തിയ പരിശോധനയിൽ 19 ഗ്രാം കഞ്ചാവും കണ്ടെടുത്തിട്ടുണ്ട്. എൽ നീനോ പ്രതിഭാസം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും വരികയാണ്. ആഗോള താപനില കൂടുമെന്നും ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ കടുത്ത വരൾച്ചയിലേക്ക് പോകും എന്നുമാണ് UN കാലാവസ്ഥാ ഏജൻസി മുന്നറിയിപ്പ് നൽകുന്നത്. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിൽ എൽ നീനോ പ്രതിഭാസം ശക്തമാകാനും 80% സാധ്യതയുണ്ട് എന്നാണ് ഗവേഷകർ പറയുന്നത്. ഏഷ്യൻ രാജ്യങ്ങളിലും ഓസ്ട്രേലിയയിലും കടുത്ത ഉഷ്ണതരംഗത്തിനും മഴക്കുറവിനും ഇത് കാരണമായേക്കും. ഇന്ത്യ ഉൾപ്പെടെയുള്ള ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ കാലവർഷത്തിന്റെ താളം തെറ്റാൻ ഈ എൽ നീനോ ഇടയാക്കും. മധ്യ കിഴക്കൻ പസഫിക് സമുദ്രത്തിലെ സമുദ്രോപരിതല താപനിലയിലുണ്ടാകുന്ന അസ്വാഭാവികമായ മാറ്റങ്ങളാണ് എൽനിനോയ്ക്ക് കാരണമാകുന്നത്. 2024 ഇതിനു മുൻപ് എൽനിനോ പ്രതിഭാസമുണ്ടായത്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചൂടുകൂടിയ വർഷമായാണ് 2024 വിലയിരുത്തപ്പെടുന്നത്. 2 വർഷത്തിന് ശേഷം എൽനിനോ വീണ്ടും എത്തുമ്പോൾ കടുത്ത ആശങ്കയിലാണ് ശാസ്ത്രലോകം. ജൂൺ മുതൽ ആരംഭിക്കുന്ന ഉയർന്ന താപനില നവംബർ വരെ നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ടെന്ന് വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ വിലയിരുത്തുന്നു. ശരാശരിയേക്കാൾ 6 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കാം. സമുദ്രങ്ങളിൽ ഉഷ്ണതരംഗങ്ങൾ രൂപപ്പെടുന്നത് കടുത്ത വരൾച്ചയ്ക്കും ചിലയിടങ്ങളിൽ അപ്രതീക്ഷിതമായ കനത്ത മഴയ്ക്കും കാരണമാകും. ദക്ഷിണേഷ്യയിൽ വരൾച്ചാ സാധ്യതയാണ് പ്രവചിക്കുന്നത്. ഇന്ത്യയിലും കേരളത്തിലും കടുത്ത വരൾച്ചയ്ക്കാണ് സാധ്യത.
കേരളത്തിലും ദക്ഷിണേന്ത്യയിലും സാധാരണ ലഭിക്കേണ്ട മഴയുടെ അളവിൽ വലിയ കുറവുണ്ടാകുമെന്ന സൂചനകൾ നേരത്തെ തന്നെ കാലാവസ്ഥാ നിരീക്ഷകർ നൽകിയിരുന്നു. അതേസമയം മധ്യേഷ്യയിൽ മഴ കനക്കും. പസഫിക് സമുദ്രത്തിൽ ചുഴലിക്കാറ്റ് രൂപപ്പെടും. വരാനിരിക്കുന്ന വരൾച്ചയെയും കടുത്ത കാലാവസ്ഥാ വ്യതിയാനങ്ങളെയും നേരിടാൻ രാജ്യങ്ങൾ സജ്ജമാകണമെന്ന് UN മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. മാസപ്പടി കേസിൽ വീണ വിജയനെ ഉടൻ ചോദ്യം ചെയ്യാൻ വിളിക്കില്ല. CMRL നൽകിയ ഹർജിയിൽ തീരുമാനം വരുന്നതുവരെ കാത്തിരിക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തീരുമാനം. അതേസമയം വീണ വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കൂടുതൽ തെളിവുകൾ കണ്ടെത്താനുള്ള നടപടികൾ ED വേഗത്തിലാക്കിയിട്ടുണ്ട്. റെയ്ഡ് നടത്തിയ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ നേതാക്കളെ അടക്കം പ്രതികളാക്കാനുള്ള ശ്രമവും അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുണ്ട്. മാസപ്പടി കേസിൽ വലിയ പ്രതിരോധത്തിലാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടി. CMRL ഹർജിയിൽ വീണയുടെ കാര്യത്തിൽ ഹൈക്കോടതി ഇടപെടൽ ഉണ്ടാകാതെ വന്ന സാഹചര്യത്തിൽ തുടർ നീക്കങ്ങൾ ED വേഗത്തിലാക്കുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ ഹർജിയിൽ അന്തിമ തീരുമാനം വരുന്നതുവരെ കാത്തിരിക്കാനാണ് നിലവിൽ ED ആലോചിച്ചിരിക്കുന്നത്. തിടുക്കപ്പെട്ട് നടപടിയുണ്ടായാൽ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാകുമോ എന്നുള്ള ആശങ്കയും അന്വേഷണ സംഘത്തിന് ഉണ്ട്. കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയും കൊടുത്ത തെളിവുകൾ കോടതി പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുകയും ചെയ്താൽ കുറേക്കൂടി ശക്തമായ നടപടികളിലേക്ക് പോകാമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കരുതുന്നുണ്ട്. ഉയർന്ന ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചന നടത്തിയ ശേഷമാണ് നിലവിലുള്ള അന്വേഷണ സംഘം ഇത്തരം തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് സൂചന. അതേസമയം ED ഉദ്യോഗസ്ഥർക്കെതിരായി ഉണ്ടായ ആക്രമണത്തിൽ നേതാക്കളെ കൂടി പ്രതി ചേർക്കാനുള്ള നീക്കം അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുണ്ട്. CMRLന്റെ പണം കൈപ്പറ്റിയ മറ്റുള്ളവരിലേക്കുള്ള അന്വേഷണത്തിന്റെ കാര്യവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നുണ്ട്. നിലവിലെ അന്വേഷണം പാതിവഴിയിൽ നിർത്തി അടുത്ത അന്വേഷണത്തിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളത് കൊണ്ടാണ് തിടുക്കപ്പെട്ട് അത്തരം തീരുമാനം എടുക്കാത്തതെന്നാണ് വിവരം. ഘട്ടം ഘട്ടമായി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് നിലവിലെ തീരുമാനം. ഒന്നിച്ച് അന്വേഷണം മുന്നോട്ട് പോയാൽ ഇടത് വലത് മുന്നണികൾ അന്വേഷണ ഏജൻസിക്കെതിരെ ഒന്നിച്ച് രംഗത്ത് വരുന്നത് തടയുക കൂടിയാണ് ലക്ഷ്യം. അമൃത ന്യൂസ്, കൊച്ചി. ആറു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി തൃശൂരിൽ. പഞ്ചിക്കൽ ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിന് മുഖ്യ കാർമ്മികത്വം വഹിക്കാനായാണ് അമ്മ തൃശൂരിലെത്തിയത്. വൈകിട്ട് 6:30 അയ്യന്തോൾ ബ്രഹ്മസ്ഥാനത്തെത്തിയ അമ്മയെ വാദ്യമന്ത്രഘോഷങ്ങളുടെ അകമ്പടിയോടെ പൂർണ്ണകുംഭം നൽകി തൃശൂർ പൗരാവലി സ്വീകരിച്ചു. കോഴിക്കോട് ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവ ചടങ്ങിന് ശേഷമാണ് അമ്മ തൃശൂരിലെത്തിയത്. തൃശൂർ ബ്രഹ്മസ്ഥാനത്തെത്തിയ അമ്മയുടെ നേതൃത്വത്തിൽ പ്രസാദ വിതരണവും ധ്യാനവും സത്സംഗവും നടന്നു. നാളെ രാവിലെ 11 മണി മുതൽ അമ്മയുടെ അനുഗ്രഹ പ്രഭാഷണം, ഭജന, ധ്യാന പരിശീലനം എന്നിവയുണ്ടാകും. അതിനുശേഷം ഭക്തർക്കായുള്ള ദർശനം ആരംഭിക്കും. മഹോത്സവത്തോടനുബന്ധിച്ച് ബ്രഹ്മസ്ഥാനത്ത് ലളിതാ സഹസ്രനാമാർച്ചന 2 ദിവസങ്ങളിലും നടക്കും. രാഹുദോഷ നിവാരണ പൂജ, ശനിദോഷ നിവാരണ പൂജ, ഉദയാസ്തമന പൂജ, മഹാഗണപതി ഹോമം എന്നിവയും സവിശേഷമായ പൂജകളും ചടങ്ങുകളും ഉണ്ടായിരിക്കും. മക്കളെല്ലാവരും അത്യധികം സന്തോഷത്തിലാണ് അമ്മയെ സ്വീകരിക്കാൻ. ഇനിയുള്ള 2 ദിവസങ്ങൾ അമ്മയുടെ വാത്സല്യം നുകർന്ന് തൃശ്ശൂരിന്റെ മക്കൾ ധന്യരാവാൻ കാത്തിരിക്കുക. മാതാ അമൃതാനന്ദമയി മഠത്തിലെ മുതിർന്ന സന്യാസി ശിഷ്യന്മാരും ബ്രഹ്മചാരിണികളും വിദേശികളും സ്വദേശികളുമായ 1000-ഓളം വരുന്ന അന്തേവാസികളും അമ്മയോടൊപ്പം തൃശ്ശൂരിൽ എത്തിയിട്ടുണ്ട്. നാളെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ നീളുന്ന ലളിതാ സഹസ്രനാമം അർച്ചനയോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. എല്ലാവരും തന്നെ വളരെ സന്തോഷത്തിലാണ്. എത്രയോ വർഷങ്ങൾ കൂടി ഇവിടെ വന്ന് എത്തുന്നതിൻ്റെ ആ ഒരു ആവേശം, ആ ഒരു ഭക്തിയുടെ ആ ഒരു പ്രസരണം, ഇതെല്ലാം ഭക്തരിൽ കാണാനുണ്ട്. എല്ലാവരും നല്ല ആനന്ദമായിട്ടിരിക്കുന്നത്, സന്തോഷത്തോടു കൂടി ഇരിക്കുന്നത്. തൃശൂർ ജില്ലയിലെ രജിസ്റ്റർ ചെയ്ത അമൃതശ്രീ അംഗങ്ങൾക്കുള്ള സാരികൾ, പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള വൃക്ഷത്തൈകൾ എന്നിവ അമ്മയുടെ സാന്നിധ്യത്തിൽ വിശിഷ്ടാതിഥികൾ വിതരണം ചെയ്യും. അങ്ങനെ ഇനിയുള്ള 2 ദിവസങ്ങളിൽ ശക്തന്റെ തട്ടകം അമൃതപുരിയായി മാറും. അമൃത ന്യൂസ്, തൃശൂർ. ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും സന്ദേശം പ്രചരിപ്പിക്കുന്ന സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി ഒരിക്കൽ കൂടി തൃശൂരിലേക്ക് എത്തുമ്പോൾ വലിയ സന്തോഷമുണ്ടെന്ന് പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ മഠം മഠാധിപതി സ്വാമി സദ്ഭവാനന്ദ പറഞ്ഞു. അമ്മ തൃശ്ശൂരിലെത്തുമ്പോൾ ഭക്തജനങ്ങൾക്ക് വളരെ സന്തോഷം നിറഞ്ഞ കാര്യമാണ്. നമുക്കറിയാം,
അമ്മയുടെ സന്ദേശം, ഭക്തിയുടെയും നിസ്വാർത്ഥ കർമ്മത്തിൻ്റെയും സന്ദേശമാണ് അമ്മ പ്രചരിപ്പിക്കുന്നത്. ലോകം മുഴുവൻ ആരാധിക്കുന്ന ഗുരുവാണ് അമ്മ. അമ്മ ജാതി മത വർഗഭേദമന്യേ എല്ലാവരെയും അമ്മ തൻ്റെ കുഞ്ഞുങ്ങളെപ്പോലെ സ്നേഹിക്കുന്നു. പലപ്പോഴായിട്ട് എനിക്ക് അമ്മയെ കാണാൻ സാധിച്ചിട്ടുണ്ട്. തൃശ്ശൂർ വന്നപ്പോഴും കൊടുങ്ങല്ലൂർ വന്നപ്പോഴും അമ്മയെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തൃശ്ശൂർ അമ്മ വരുന്നത് നമുക്കെല്ലാവർക്കും വളരെ സന്തോഷകരമായ കാര്യമാണ്. തൃശ്ശൂർ ശ്രീരാമകൃഷ്ണ മഠം അമ്മയെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയെ കണ്ടതും നമസ്കരിച്ചതും എന്നും ഓർമ്മയിൽ മധുരം നിറയ്ക്കുന്നുവെന്ന് സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ പറഞ്ഞു. അമ്മ ഒരിക്കൽ കൂടി തൃശ്ശൂരിലെത്തുമ്പോൾ ഇരട്ടി മധുരമാണെന്നും അദ്ദേഹം പറഞ്ഞു. അമൃതാനന്ദമയി അമ്മയുടെ ആശ്രമവുമായിട്ട് ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ പോയി കണ്ടതും അമ്മയെ നമസ്കരിച്ചതൊക്കെ ഇന്നും എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നതാണ്. ഈ വരുന്ന ജൂൺ 3ഉം 4ഉം വരുന്ന ദിവസം എനിക്ക് 3-ാം തീയതി വന്ന് അമ്മയെ ഇനിയും ഒന്ന് കാണണം, നമസ്കരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ, കുടുംബത്തിനും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി തൃശ്ശൂരിലെത്തുന്നതിൽ വലിയ സന്തോഷമുണ്ടെന്ന് എലൈറ്റ് ഹോട്ടൽ മാനേജിംഗ് പാർട്ണർ KV സദാനന്ദൻ പറഞ്ഞു. അമ്മയുമായി വളരെ കാലമായുള്ള ബന്ധമാണെന്നും എല്ലാവരും അമ്മയുടെ ദർശനത്തിനായി എത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. അമ്മയായിട്ട് ഒരുപാട് കാലത്തെ പരിചയവും അടുപ്പവും സ്നേഹബന്ധമുണ്ട്. അമ്മയെ പലതവണ ഇവിടെ വന്നു പോയെങ്കിലും ഇപ്പോൾ 7 കൊല്ലമായിട്ട് അമ്മ വന്നിട്ടില്ല. 7 കൊല്ലം കഴിഞ്ഞിട്ടാണ് വീണ്ടും വരുന്നത്. ജൂൺ 3ഉം 4ഉം ദിവസം ഇവിടെ ഉണ്ടാവും. എല്ലാ ആൾക്കാരും അമ്മയായിട്ട് ബന്ധമുള്ളവരും അല്ലാത്തവരും വന്ന് അമ്മേനെ കാണണം, ദർശനം നടത്തണം. തൃശ്ശൂരിൽ സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി എത്തുമ്പോൾ വലിയ ആകാംക്ഷയുണ്ടെന്ന് നടിയും നർത്തകിയുമായ രചന നാരായണൻകുട്ടി. തീർച്ചയായും അമ്മയെ കാണാൻ എത്തുമെന്നും രചന പറഞ്ഞു. അമ്മ കഴിഞ്ഞ 2019 തൃശ്ശൂരിലേക്ക് വന്നത്. ഇപ്പോൾ ഒരു 7 വർഷത്തിനധികമായി വന്നിട്ട് അതിൻ്റെ ഒരു ആകാംക്ഷ തീർച്ചയായിട്ടുമുണ്ട്. ഞാൻ തീർച്ചയായിട്ടും അമ്മേനെ കാണാൻ പോകുന്നുണ്ട്. ഒരുപാട് സത്കർമ്മങ്ങൾ ചെയ്യുന്ന, എല്ലാവർക്കും നല്ലത് മാത്രം പറഞ്ഞു കൊടുക്കുന്ന, ഒരു ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന അമ്മ നമ്മുടെ തൃശ്ശൂരിലേക്ക് വരുന്നതിൻ്റെ ആ ഒരു സന്തോഷം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പങ്കുവയ്ക്കാം. നമുക്കെല്ലാവർക്കും ആ ദർശനം നടത്താം. അമ്മ നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി, അമ്മയുടെ അനുഗ്രഹം നമുക്ക് എന്നും ജീവിതത്തിൽ ഉണ്ടാവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി എറണാകുളത്ത് എത്തുകയാണ്. എടപ്പള്ളി ബ്രഹ്മസ്ഥാന ക്ഷേത്ര വാർഷിക മഹോത്സവം ഈ മാസം 6, 7 തീയതികളിൽ അമ്മയുടെ ദിവ്യ സാന്നിധ്യത്തിൽ നടക്കും. 2 ദിവസങ്ങളിലും അമ്മയുടെ അനുഗ്രഹ പ്രഭാഷണവും ദിവ്യ ദർശനവും ഉണ്ടാകുമെന്ന് മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി 6 വർഷങ്ങൾക്ക് ശേഷമാണ് എറണാകുളത്തേക്ക് എത്തുന്നത്. ഇടപ്പള്ളി ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവം അമ്മയുടെ സാന്നിധ്യത്തിൽ നടക്കും. ജൂൺ 5 വൈകുന്നേരം കൊച്ചിയിലെത്തുന്ന അമ്മ തുടർന്നുള്ള ദിവസങ്ങളിൽ ഭക്തർക്ക് ദർശനം നൽകും. 6-ാം തീയതി രാവിലെ 7 മണിക്ക് രാഹുദോഷ നിവാരണ പൂജയും 7-ാം തീയതി രാവിലെ ശനിദോഷ നിവാരണ പൂജയും നടക്കും. കഴിഞ്ഞ 6 വർഷങ്ങളായിട്ട് അമ്മയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. തവണ അമ്മയുടെ സാന്നിധ്യത്തിൽ ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠാ മഹോത്സവം ആരംഭിക്കുകയാണ്. ഇത് അമ്മ തന്നെ നേരിട്ട് പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ്. മനുഷ്യൻ്റെ നന്മകളെ ഉണർത്താനും മനുഷ്യരെ ഈശ്വരനായി കണ്ട് സ്നേഹിക്കാനും സേവിക്കാനുമുള്ള സന്ദേശം നൽകുന്ന ഉത്സവമാണ് ബ്രഹ്മസ്ഥാനോത്സവം. ഇവിടെ വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും, അതായത് കുടിവെള്ളം തൊട്ട് താമസ സൗകര്യം വരെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മൾ വേണ്ട സജ്ജീകരണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതിനുള്ള വ്യവസ്ഥകളും ചെയ്തിട്ടുണ്ട്. അമൃത TVയിലെ സൂപ്പർ സ്റ്റാർ, അതിൽ വിജയികളായിട്ടുള്ള കുട്ടികളുടെ ഒരു ഗ്രൂപ്പുണ്ട്, ഓംകാർ എന്ന് പറയുന്ന ഭജൻ ഗ്രൂപ്പ്. പ്രത്യേകമായിട്ടും അവരുടെ ആ ഭജൻ ടീമിൻ്റെ ഒരു അവതരണം ഞായറാഴ്ച വൈകിട്ട് ഉണ്ടാകുന്നതാണ്. 40,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള സ്റ്റേജും പന്തലും 30,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള അന്നക്ഷേത്രം തുടങ്ങിയവയുടെ പണികൾ പുരോഗമിക്കുകയാണ്.
2 ദിവസങ്ങളിലും രാവിലെ 6 മണി മുതൽ ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന സമയം സൂചിപ്പിക്കുന്ന ടൈം ടോക്കണുകൾ നൽകുന്നതാണ്. ബ്രഹ്മസ്ഥാന ക്ഷേത്ര വാർഷിക മഹോത്സവവുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിൽ മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി, സ്വാമി അനഘാമൃതാനന്ദപുരി, ഡോക്ടർ യു കൃഷ്ണകുമാർ, പ്രകാശ് ബാബു എന്നിവർ പങ്കെടുത്തു. അമൃത ന്യൂസ്, കൊച്ചി.